4 ബിഗ് ടിപ്സ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്തിനെ പറ്റിയാണെന്നറിയോ? നിങ്ങൾ ഏത് ടൈപ്പ് ഡ്രസ്സാണ് ഇടുന്നത് അതിന് ബേസ് ചെയ്തിട്ട് മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹിജാബ് ചുറ്റിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ചുരിദാറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചുരിദാറിന് മാച്ച് ചെയ്തിട്ട് നമ്മൾ ഷോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്? ആൻഡ് നമ്മളിപ്പോൾ ഒരു അബായയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അബായക്ക് അനുസരിച്ചിട്ട് ഏത് സ്റ്റൈലിലാണ് ഹിജാബ് ഇടുന്നത്. ആൻഡ് നമ്മളിപ്പം ഒരു സ്കേർട്ടും ടോപ്പും ആണ് ഇടുന്നത്. സ്കേർട്ടും യൂസ് ചെയ്തിട്ട് ഷോർട്ടായിട്ടുള്ള ഹിജാബാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ നോർമലായിട്ടുള്ള ഒരു ജീനും ടോപ്പാണെന്നെങ്കിൽ അതിന് എങ്ങനെയാണ് ഹിജാബ് സ്റ്റൈൽ ചെയ്യുക? ടോട്ടലായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ വെയറിൽ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ 4 കാറ്റഗറി ഓഫ് ഡ്രസ്സാണുള്ളത്. അപ്പോൾ ഈ 4 മെയിൻ ഡ്രസ്സിലേക്കും നിങ്ങൾ ഹിജാബ് ഏത് രൂപത്തിലാണ് ചുറ്റിയെടുക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ടോട്ടൽ ഔട്ട്ഫിറ്റിന് കൂടുതൽ ഭംഗി ഉണ്ടാവുക ഏത് രൂപത്തിൽ ചുറ്റിയെടുക്കുമ്പോഴാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ വരുന്നത് കുർത്ത സെറ്റാണ്. അതായത് നമ്മളുടെ ഷോള്, പാൻറ്റ്, ടോപ്പ്, ഈ 3 സെറ്റ് വരുന്നത്. നമ്മളിവിടെ സാധാരണ ചുരിദാർ എന്നാണ് പറയുക. അപ്പോൾ ചുരിദാറിൽ ഇപ്പോൾ കണ്ടുവരുന്നത് ഒരു 1 സൈഡ് ട്രെൻഡാണ്. ആൻഡ് സിമ്പിളായിട്ട് അതിൻ്റെ സെയിം ഷോൾ തന്നെ യൂസ് ചെയ്തിട്ട് ഹിജാബായിട്ട് യൂസ് ചെയ്യുക. പുറത്തുനിന്ന് വേറെ ഷോൾ എടുക്കാതെ സെറ്റിൽ വരുന്ന സെയിം ഷോൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു സൈഡിലേക്ക് മാത്രം ഇടുന്ന ഒരു സ്റ്റൈലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പം ഇത് റിസ്ലി ഇട്ട ഇതുപോലെ ഓൾമോസ്റ്റ് ഇതേ ഒരു സെയിം എഫക്റ്റ് ആണുള്ളത്. അപ്പം ഇതിലിപ്പം നിങ്ങൾക്ക് ഹെയർ റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മറിച്ചുകൊണ്ടും ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ആ ഒരു ചുരിദാറിൻ്റെ സെയിം ഷോൾ തന്നെ ഇവർ ഹെയർ ഒന്നും കാണിക്കാതെ ഫുള്ള് പിൻ ചെയ്തിട്ട് ഫുള്ള് 1 സൈഡായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹെയർ റിവീൽ ചെയ്യാതെ ഇങ്ങനെ 1 സൈഡായിട്ട് ഇടുകയും ചെയ്യാം. അതല്ല ഇനി ഇങ്ങനെ ചെയ്യുകയും ചെയ്യാം. അപ്പം ചുരിദാർ ഷോൾ തന്നെ സെയിം ആയിട്ട് 1 സൈഡായിട്ട് ഇടുന്നതാണ് ചുരിദാറിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും. ആൻഡ് അറ്റ്മോസ്റ്റ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ഇതാണ്. ഇങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ ചുരിദാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത്. പിന്നെ നിങ്ങളുടെ മോഡസ്റ്റ് സ്റ്റൈലിനനുസരിച്ചിട്ട് ഞാൻ പറയുന്ന ഓരോ സ്റ്റൈലും നിങ്ങൾക്ക് കൂടുതൽ കവറേജ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി ഡിസ്ക്ലെയിമർ പോലെ ഞാനൊരു കാര്യം പറയാം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ടിപ്സൊക്കെ ഇൻസ്റ്റഗ്രാമിൽ 100K അതിൻ്റെ മേലേക്ക് ഫോളോവേഴ്സ് എല്ലാം ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുന്ന ടിപ്പാണ്. അപ്പോൾ എല്ലാ ടിപ്പിലും ഹെയറും അതുപോലെ തന്നെ ഇസ്ലാമിക റൂൾസ് പ്രകാരമുള്ള കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം സ്റ്റൈൽ തന്നെ കവറേജോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതേപോലെയുള്ള കവറേജുള്ള ഹെയർ റിവീൽ ചെയ്യാത്ത പിക്സ് കിട്ടൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനത്തെ പിക്ക് ആഗ്രഹിക്കാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സെയിം സ്റ്റൈൽ തന്നെ ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്ത് പിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കുത്താൻ പറ്റും. പക്ഷേ ചുറ്റിയെടുക്കുന്ന രീതി സെയിം ആവണം. ഇതേപോലെ തന്നെ ഒരു 1 സൈഡ് അല്ലെങ്കിൽ ഇതിൽ കാണിക്കുന്ന ആ ഒരു സെയിം കാര്യം തന്നെ നമുക്ക് പിന്നെ യൂസ് ചെയ്ത് ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളെ രീതിയിൽ മോഡസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തരുടെ പേഴ്സണൽ സ്റ്റൈലിംഗ് അനുസരിച്ചിട്ട് പേഴ്സണലായിട്ട് കവറേജ് കൊടുക്കുന്നതിനനുസരിച്ച് ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ടിപ്പ് പറയുമ്പോഴും ഇതിൽ അങ്ങനെയില്ല ഇതിൽ ഇങ്ങനെയില്ല എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ആയിട്ട് ഒരാളും വരരുത്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ബോഡിക്ക് നമ്മൾ എത്രമാത്രം കവറേജ് കൊടുക്കുന്നു എന്നുള്ളത് നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എങ്ങനെയാണ് ചുറ്റിയെടുക്കേണ്ടത് എന്നുള്ള സ്റ്റൈൽ മാത്രമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ സെറ്റിലുള്ള സെയിം ഷോൾ യൂസ് ചെയ്ത് 1 സൈഡായിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടോ അല്ലാണ്ടേ ഇടുമ്പോൾ നമ്മൾ ആ ഒരു ദുപ്പട്ടയുടെ ആ ഒരു എൻഡിൽ വരുന്ന ആ ഒരു കര ഉണ്ടാവില്ലേ, ആ എൻഡിലുള്ള വർക്ക് തന്നെ നമ്മളുടെ ഫേസിന് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ സാധാരണ ഹിജാബ് ചുറ്റുമ്പോൾ ഫസ്റ്റ് ഒരു ഫോൾഡിങ് കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുക്കാതെ ചുരിദാർ ഷോൾ നമ്മൾ യൂസ് ചെയ്യുമ്പം അതിൽ എൻഡിലൊരു വർക്ക് ഉണ്ടാവും. ആ വർക്ക് തന്നെ മാക്സിമം നിങ്ങളുടെ ഫേസിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ഇപ്പം എല്ലാവരും ഇട്ട് കാണുന്നത് സ്കേർട്ടും ടോപ്പാണ് ഇപ്പോൾ പുതിയ മോഡലായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്കേർട്ടിലേക്കും ടോപ്പിലേക്കും നമ്മൾ ഹിജാബ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വീതിയിലുള്ള ഒരു ഹിജാബാണ് നല്ലത്. അതായത് കുറച്ച് ഷോർട്ടൻ ചെയ്തിട്ട് അടിയിലേക്ക് അധികം ഇറങ്ങി നിൽക്കാത്ത രീതിയിലുള്ള നീളത്തിലല്ലാണ്ട് വീതിയിൽ, അതായത് ഷോർട്ട് ഹിജാബുകളാണ് അധികം ഇൻഫ്ലുവൻസേഴ്സും പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഷോർട്ട് ഹിജാബ് ആണെങ്കിലും നമുക്ക് നമ്മളുടെ അനുസരിച്ചിട്ട് നമുക്ക് കവറേജ് കൊടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വീതിയിൽ ഇതുപോലെ 2 വശത്തേക്കും വിടുത്തിലാണ് ഹിജാബ് വരേണ്ടത്. അല്ലാതെ നമ്മൾക്ക് സെൻറ്ററിലോട്ട് നല്ല നീളത്തിൽ ഹിജാബ് വന്നാൽ നമുക്ക് ആ ഒരു സ്കേർട്ടിൻ്റെ ഭംഗി ഉണ്ടാവില്ല. സ്കേർട്ടിൻ്റെ ഭംഗി
പ്രോപ്പറായിട്ട് കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ മാക്സിമം വിഡ്ത്തിലാണ് സ്കേർട്ടിലേക്ക് ചൂസ് ചെയ്യുന്ന ഹിജാബ് നമ്മൾ ചുറ്റിയെടുക്കുക. അപ്പം അവിടെയും നിങ്ങൾക്ക് കവറേജ് വരേണ്ട അടുത്ത് കവറേജ് കൊടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ ഷോൾ നമ്മൾ ചുറ്റിയെടുക്കുമ്പം അത് സ്കേർട്ടിൽ മുട്ടാതെ നമ്മൾ അത്രയും നീളം കൊടുക്കാതെ നമ്മുടെ ടോപ്പിൽ തന്നെ അതിൻ്റെ ലെങ്ത്ത് ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ ഉള്ളൂ സ്കേർട്ടിൻ്റെ ഭംഗി നമുക്ക് കിട്ടുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മളുടെ വേസ്റ്റ് ലൈൻ്റെ അവിടെ നമ്മൾ മിഡി ഇടുന്ന സമയത്ത് ഇപ്പം മിഡി അധികവും നമ്മൾ ഇൻ ചെയ്തിട്ടാണ് സ്കേർട്ട് യൂസ് ചെയ്യുക. അപ്പം അവിടെ ഒരു സെപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ കൊടുക്കുമ്പം നമ്മളുടെ ഹിജാബ് മിഡിയും കഴിഞ്ഞിട്ടുള്ള നീളത്തിലൊരു ലെങ്ത്തിൽ പോയാൽ നമ്മുടെ ടോട്ടൽ ഔട്ട്ഫിറ്റ് ബോറായിരിക്കും. അപ്പോൾ നമ്മളുടെ സ്കേർട്ടിൽ ഞാൻ പറഞ്ഞത് മുൻഭാഗത്തു നിന്ന് നോക്കുമ്പം നമ്മൾ ടോട്ടൽ ഔട്ട്ഫിറ്റ് കാണുമ്പം ഭംഗി കിട്ടണമെങ്കിൽ മുൻഭാഗത്ത് നമ്മളുടെ ഹിജാബ് കറക്റ്റ് നമ്മളുടെ ചെസ്റ്റ് കവർ ചെയ്തിട്ട് ഷോൾഡറിലേക്കൊക്കെ ഇട്ടിട്ട് വീതിയിൽ കൊടുക്കുക, ഒരിക്കലും മിഡിയിൽ തട്ടാതെ നീളത്തിൽ കൊടുക്കാതിരിക്കുക. ഈ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു ടോപ്സ് നമ്മൾ ജീനിലേക്ക് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയർ ആയിട്ടുള്ള മാക്സി ഡ്രസ്സ്, മിഡി ഡ്രസ്സ്, അങ്ങനെ നമ്മളിപ്പം റെയറായിട്ട് നമ്മൾ സ്കൂൾ, ഓഫീസ് അല്ലെങ്കിലൊക്കെ നമ്മൾ കോമൺ ആയിട്ടും റാൻഡം ആയിട്ട് അനാർക്കലി മോഡലുള്ള ഏതെങ്കിലും ടോപ്സ് യൂസ് ചെയ്യില്ലേ, അങ്ങനത്തെ ടോപ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ടൈപ്പ് ഹിജാബ് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചുറ്റിയെടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് കുറച്ചും കൂടി കവറേജ് കിട്ടുന്ന ഒരു ടൈപ്പ് സ്റ്റൈലാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അതായത് നമ്മളുടെ മിഡിക്ക് പറഞ്ഞ നേരെ ഓപ്പോസിറ്റാണ്, കുറച്ച് ലെങ്ത്തിൽ വരുന്ന ഇതാണ് ഇതിൽ ഭംഗിയുണ്ടാവുക. നമ്മളൊരു നീളമുള്ള ഒരു മാക്സി ടൈപ്പ് ടോപ്പാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ ഹിജാബും കുറച്ച് നീളത്തിൽ ഫ്രണ്ടിലേക്ക് കുറച്ച് നീളത്തിൽ ഇങ്ങനെ തൂക്കിയിടുന്നതാണ് ഭംഗിയുണ്ടാവുക, വീതിയിലല്ലാതെ നീളത്തിൽ തൂക്കിയിടുക. ഇപ്പം മുൻഭാഗത്തേക്കും ബാക്ക് ഭാഗത്തേക്കൊക്കെ. അപ്പം ഇപ്പോൾ വൺ സൈഡ് ഹിജാബ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു സ്റ്റൈൽ തന്നെയാണ് അത് കൊടുക്കുക. അപ്പം ഇതേപോലെയുള്ള നമ്മളിപ്പം എങ്ങനത്തെ ട്യൂണിക്സ് ടോപ്പുകളായാലും അങ്ങനത്തെ കുറച്ച് ഇറക്കമുള്ള ടോപ്പുകൾ, അതിപ്പോൾ ഏത് മോഡലാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ അത് പോൾക്ക ഡോട്ടഡ് ആണെങ്കിലും ഫ്ലെയർ ആണെങ്കിലും അങ്ങനെ ഏത് ഡ്രസ്സാണെങ്കിലും കുറച്ച് ഒന്ന് കവറേജ് കൊടുക്കുന്ന രീതിയിലാണ് റാൻഡമായിട്ട് നിങ്ങളൊരു ടോപ്പ്, ജീൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോപ്പ് യൂസ് ചെയ്യുമ്പം ഹിജാബ് എല്ലാവരും കൊടുക്കുന്നത്. അപ്പം ടോപ്പുകൾ യൂസ് ചെയ്യുമ്പം ഈ ഒരു സ്റ്റൈലാണ് കണ്ടിട്ടുള്ളത്. ഇനി ഇതിലൊക്കെ എക്സെപ്ഷൻ സ്റ്റൈലുകൾ ഉണ്ടാവും, സ്റ്റൈൽ ഇട്ടതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മളിപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കൂടുതൽ ഭംഗി കിട്ടുന്ന ടോട്ടലായിട്ട് നമ്മളൊരാൾ കാണുമ്പോൾ നമ്മളെ ഡ്രസ്സും നമ്മളെ ഹിജാബും കൂടുതൽ മാച്ചിങ് ആയിട്ട് തോന്നുന്ന ടിപ്പുകളാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. അപ്പം കൂടുതൽ മാച്ചിങ് ലുക്ക്, കൂടുതൽ പെർഫെക്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ എന്നൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും നമ്മൾ ഏതായാലും നമ്മളുടെ ഇൻഡിവിജ്വലിൻ്റെ നമ്മളുടെ സ്കിൻ ടോണിനെയും നമ്മളുടെ ഡ്രസ്സിൻ്റെയും നമ്മളുടെ എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ടിരിക്കും ടോട്ടൽ ഭംഗി എന്ന് പറയുന്നത്. അപ്പം ഈ ഡ്രസ്സ് ഇട്ടാൽ ഭയങ്കര ഭംഗി ഉണ്ടാവും, ഇതിങ്ങനെ ഇട്ടാൽ ഭയങ്കര ഭംഗി ഉണ്ടാവും എന്നല്ല, കുറച്ചും കൂടി ഭംഗി ഉണ്ടാവണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഡ്രസ്സുകൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക. ഡ്രസ്സിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്താൽ കുറച്ചും കൂടിയും കാണാൻ കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ചറബറായി ഇടുന്നതിനേക്കാളും അതതിൻ്റെ ഭംഗിയിലും വൃത്തിയിലും മാച്ച് ചെയ്തും ഇടുന്നതല്ലേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ കാറ്റഗറിയിൽ വരുന്നത് അബായ അല്ലെങ്കിൽ പർദ്ദയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കൂടുതലായിട്ടും ആൾക്കാർ യൂസ് ചെയ്യുന്ന വേറൊരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ് അബായ എന്ന് പറയുന്നത്. സോ അബായയിലേക്ക് ആൾക്കാർ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ടോപ്പിലേക്കൊക്കെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല കവറേജിൽ വരുന്ന ഒരു മുൻഭാഗത്തേക്ക് നല്ലോണം ഹാങ് ചെയ്തിട്ട് തന്നെയാണ് അബായയിലേക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അബായയിലേക്ക് അധികം ആൾക്കാരും നല്ലോണം റാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ലോണം ചുറ്റുന്നുണ്ട്. അതായത് വൺ സൈഡ് സ്റ്റൈൽ അധികം യൂസ് ചെയ്യാതെ അബായയിലേക്ക് നമ്മൾ സെക്കൻഡും ഫസ്റ്റൊക്കെ നല്ലോണം ഫോൾഡിങ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഭാഗത്തേക്ക് നല്ലോണം മെൻഷൻ ചെയ്തിട്ടൊക്കെ നല്ല കവറേജ് വരുന്ന ടൈപ്പ് തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം അബായയിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റൈലിൽ നമ്മൾ മുൻഭാഗത്ത് ഫ്രണ്ട് ഭാഗത്തായിട്ട് ജസ്റ്റ് അവിടേക്ക് നല്ല ഫ്ലെയർ ആയിട്ട് നല്ല ടൈറ്റ് അല്ലാതെ നല്ല ലൂസായിട്ട് നമ്മൾ നന്നായിട്ട് വിരിച്ചിടുന്ന ഒരു സ്റ്റൈലാണ് കൂടുതലായിട്ടും അബായക്ക് പ്രിഫർ ചെയ്യുന്നത്. എല്ലാവരും ആ ഒരു സ്റ്റൈലാണ് കാണുന്നത്. പിന്നെ അബായൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്
നമ്മൾ കൂടുതലായിട്ടും ഷിഫോൺ ഷോൾ യൂസ് ചെയ്യുകയാണ് അബായയ്ക്ക് ഏറ്റവും പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ളത് ഇപ്പം ഈ ഒരു 2021. വേറെ മെറ്റീരിയൽ ഷോൾ ഭംഗി ഉണ്ടാവില്ല എന്നല്ല, അപ്പോൾ എപ്പോഴും നമുക്കൊരു ക്ലാസി സ്റ്റാൻഡേർഡ് ഒരു റേഞ്ച് ലുക്ക് നൽകുന്ന, അപ്പോൾ നമ്മൾ അതിലേക്ക് ഷിഫോൺ പ്ലെയിൻ ഷോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അത്യാവശ്യം നല്ല വിഡ്ത്തിൽ ചുറ്റിയെടുക്കുന്നത് കൂടുതൽ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇടുന്ന ഏത് ടൈപ്പ് ഡ്രസ്സിനനുസരിച്ചിട്ട് നമ്മളുടെ ഹിജാബ് എങ്ങനെ പെർഫെക്റ്റ് മാച്ചായിട്ട് ചുറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. നമ്മളുടെ ഡ്രസ്സിൻ്റെ കളറിന് മാച്ച് ചെയ്തിട്ടുള്ള ഹിജാബ് ഇടാനുള്ളൊരു വീഡിയോ ഇപ്പോൾ ഇവിടെ ബോക്സിൽ വരുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ലുലു. ബൈ ബൈ, ടേക്ക് കെയർ.